ദുബായിൽ ഒരു ഫ്രഷറിന് 3000 ദിർഹംസ് സാലറി കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. 3000 ദിർഹംസിന് ജോലിക്ക് കയറിയിട്ടുള്ള ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ്, ചേട്ടാ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ്, ഈ ഒരു പൈസ വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ ജീവിക്കാമൊക്കെ. അവന്റെ ഒരു വർത്താനത്തിന് എന്ത് മറുപടി കൊടുക്കണം എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ മാന്യമായിട്ട് അവനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അപ്പൊ അവനോട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു കൊടുത്തത്. അതായത് ഇന്ത്യയിലും ഖത്തറിലൊക്കെ ആയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ദുബായിൽ കിട്ടിയ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3000 ദിർഹംസ് ആയിരുന്നു കേട്ടോ. പോരാത്തതിന് എനിക്ക് 3 മാസത്തെ പ്രൊബേഷൻ പീരീഡും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബോസിന്റെ അടുത്ത് പറയുകയും ചെയ്തു, എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പോരാത്തതിന് ഞാൻ ഖത്തറിലും കൂടെ വർക്ക് ചെയ്തതാ, അതെങ്കിലും പരിഗണിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ പൈസ തരുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞേ, നിന്റെ ഖത്തറിലെ എക്സ്പീരിയൻസ് ഒക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, ഇവിടെ ദുബായിൽ വരാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഇവിടത്തെ ഒരു മിനിമം എക്സ്പീരിയൻസ് എങ്കിലും വേണമെന്നൊക്കെ. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല, കാരണം ആവശ്യം എന്റേതായതുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ച് അവിടെ 2 വർഷം ഞാൻ ജോലി ചെയ്തു. പിന്നെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വന്ന ഓഫറുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഒരു 2 വർഷം എങ്ങനെയെങ്കിലും പിടിച്ചെന്നാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ ശമ്പളം കുറവാണെന്ന് കരുതിയിട്ട് കിട്ടിയ ഒരു ജോലി കളയാൻ നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കുക. നല്ല രീതിയിൽ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുക എക്സ്പീരിയൻസും ആയിട്ട്.